ഹായ് ഫ്രണ്ട്സ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പാലോട് ഇടിഞ്ഞാറ് വിട്ടിക്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. വിട്ടിക്കാവ് നിന്നും 1.5 കിലോമീറ്റർ നടന്നു പോകുന്നതാണ് വെങ്കട്ടമൂട് എന്ന് പറഞ്ഞ സ്ഥലം. തികച്ചും 6 കുടുംബങ്ങൾ മാത്രം താമസിക്കുന്ന സ്ഥലമാണ് വെങ്കട്ടമൂട്. ഒരു വാഹനം പോലും എത്താൻ കഴിയാത്ത രീതിയിൽ ഈ കാണുന്ന റോഡിന് കുറുകെ ഒരു ആറ് തന്നെ 3-4 തവണ റോഡിന് കുറുകെ മുറിച്ച് കടന്നതിന് ശേഷം മാത്രമേ വെങ്കട്ടമൂട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്കൊന്ന് എത്തിപ്പെടാൻ പറ്റത്തുള്ളൂ. ആദ്യം പോകുന്നത് വിട്ടിക്കാവിലേക്ക്. എൻ്റെ പേര് സുരേന്ദ്രനാണ്. ഇടിഞ്ഞാറ് വിട്ടിക്കാവാണ്. കാര്യം നമ്മളെ ഈ ഇടിഞ്ഞാറ് പ്രദേശത്തുള്ള ഈ വിട്ടിക്കാവിലുള്ള ചരിത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ 20 നൂറ്റാണ്ടിൻ്റെ ചരിത്രം പറഞ്ഞാൽ ഇന്ന് പറഞ്ഞിരുന്നാൽ തീരുമില്ല. അപ്പോൾ നമുക്ക് ചുരുക്കിയൊരു കുറച്ച് കാര്യം പറയാം. കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ ഈ ആനശല്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പണ്ടെന്ന് പറഞ്ഞാൽ ഒരു ആന വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാം കൂടെ അതിനെ ദൂരത്തെ അങ്ങ് മലയിൽ കയറ്റി വിടുകയാണ്. ഇന്നൊരു ആന വന്നു കഴിഞ്ഞാൽ കാണിക്കാർ അണങ്ങാത്ത കാര്യം എന്താണ്? നാട്ടുകാരന്മാർ ഫോറസ്റ്റുകാരെന്ന് വിളിക്കും. അവർ വന്ന് അങ്ങോട്ട് മാറ്റി നിർത്തും. അവർ അവിടെ പൊട്ടിക്കില്ല. അതിനെ സൗണ്ട് കൊടുത്ത് ഓട്ടിക്കുന്നതിന് പോകുള്ളൂ. അത് പേടിച്ച് ഇപ്പോൾ ഉള്ള മൃഗങ്ങൾ മൊത്തം നമ്മളെ ഏരിയയിലാണ്. മനസ്സിലായില്ലേ? നേരെ കിട്ടിയാൽ ഉറക്കമില്ല. ആരടുത്ത് പറയാൻ വിദേശന്മാരടുത്ത് പറയാൻ അത് മൃഗസംരക്ഷണം ഇവിടെ എന്തൊരു മൃഗസംരക്ഷണം ആദിവാസികളുടെ ഇടയിൽ കൊണ്ടുവന്ന് മൃഗസംരക്ഷണം ഉണ്ടാക്കാനാണ്. അതിൻ്റെ ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ മൃഗസംരക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രദേശത്തേക്ക് മാറ്റി വിടണതിന് അതാണ് ഏറ്റവും അതിൽ ഉൾപ്പെട്ട കാര്യങ്ങൾ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ ഈ കെട്ടിടങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ 14 കിട്ടിയ കെട്ടിടമാണ്. വർഷങ്ങൾ എത്രയായിരുന്നു നോക്കിയായിരുന്നു. ഇതിനൊരു തേപ്പിന് ഒരു മെയിൻ്റനൻസ് നമ്മൾ പറഞ്ഞു കൊടുത്താൽ അത് അംഗീകരിക്കില്ല. അവർ പിന്നെ അങ്ങ് അറ്റം വരെ പോയിരുന്നു. ജാതി സർട്ടിഫിക്കറ്റ്, അതിൽ തൊഴിൽ സർട്ടിഫിക്കറ്റ്, ഇതിനകത്ത് കാര്യം മെമ്പർമാരും പിന്നെ മറ്റേ പ്രസിഡന്റുമാരാണ് ചോദിക്കുന്നത്. അപ്പോൾ അവർ അന്ന് കയറ്റി ഇന്നലെ. അപ്പോൾ നമ്മൾ ചോദിക്കണം നേരെ എത്ര സമയമായിരുന്നു വന്നില്ല. അതും നമ്മൾ ചോദിക്കുന്നില്ല. അപ്പോൾ നമ്മളെ ജാതി സർട്ടിഫിക്കറ്റ് വരെ ഇനി അവിടെ കൊണ്ട് തെളിയിച്ചെങ്കിൽ ഓരോ കാരണത്തിന് നമുക്ക് ഇടപെടാനുള്ളൂ. ഇപ്പോൾ പോർച്ചുഗൽ നിയമത്തിന് എങ്ങനെയെന്നറിയാം. ഈ ഇവിടെ കയറിയിട്ട് എത്ര വർഷമായി. അപ്പോൾ എൻ്റെ അച്ഛൻ ഇവിടെ താമസിച്ച വർഷങ്ങളും കാലങ്ങളൊന്നും അവർ അത് കണക്കെടുക്കുന്നില്ല. ഞാൻ ഇവിടെ താമസിച്ചത് എനിക്ക് 64 വയസ്സായി. 64 വയസ്സ്. അപ്പോൾ നമ്മളെ പയ്യനോട് ചോദിക്കുന്നത് നീ എത്ര വർഷമായി ഈ ഭൂമിയിൽ കയറിയിട്ട്? എനിക്ക് 28. 28 വർഷം കൊണ്ട് നീ കയ്യേറ്റം ഭൂമിയാണ് എനിക്ക് എന്നാണ് ഫോറസ്റ്റുകാരെ നിയമങ്ങൾ അവർ കൊണ്ടുവരുന്ന നടപടികൾ. അത് ഈ ഡിപ്പാർട്ട്മെന്റിൽ നടക്കൂല. മനസ്സിലായി? ഇപ്പം ഈ കൈവശ രേഖ ഈ പഴയ സ്ഥിരതാമസക്കാരൻ കൈവശ രേഖയില്ല. ഇന്നലെ വന്ന് കാര്യം ഒട്ടിയ ഒരു കൈവശ രേഖയുണ്ട്. മനസ്സിലായില്ലേ? ഈ 14 വയസ്സായ 20 വയസ്സായവർക്ക് കൈവശ രേഖയുണ്ട്. ഈ 64 വർഷം കൊണ്ട് ഇവിടെ ജീവിക്കുന്ന നമ്മൾ കൈവശ രേഖയില്ല. ഇതാണ് നിയമങ്ങൾ. അവരെ ഈ ട്രൈബൽ ഓഫീസറും സാധനം കുഴപ്പമാണ്. നമ്മൾ ഈ വരുന്ന പ്രമോട്ടർ ഉണ്ടല്ലേ, അത് ഇതിനേക്കാളും ഭയങ്കര അറിയിടാണ്. ഊരൂപ്പനുണ്ട് ഇവിടെ. അവൻ്റെ വീട്ടിലിരുന്ന് ഉണ്ടാക്കാനല്ലാതെ അവൻ നാട്ടിലിറങ്ങി നാട്ടുകാരുമായിട്ട് സഹകരിക്കാനും അങ്ങോട്ട് ഇങ്ങനെ നടക്കാനും മാത്രമല്ല ഈ ഊരൂപ്പനെ ഒരു കോപ്പാറുണ്ട്. ഈ ആദിവാസിയുടെ പണിയിനെടുത്ത് അവരെ തറയിട മറിച്ച് അവരെ വെളിയിലുള്ള ആൾക്കാരൊക്കെ വിളിച്ച് അവർ പണി കൊടുക്കും. ബാക്കിയുള്ളവർ ഇവിടെ പണിയില്ല. അവനെന്തെങ്കിലും ഉറച്ച് സംസാരിച്ച് അവൻ്റെ പണി മാറ്റി നീ ഇവിടെ നീക്കണ്ട, നീ മറിയ ഇവിടെ നാട്ടുകാർക്കാണ് അതിൻ്റെ ചുമതല. പിന്നെ VSS എന്ന് പറയുമ്പോൾ ഈ VSS നമ്മളെ ആറ്റങ്ങാണിയുടെ പേരിലാണ് കിടക്കുന്നത്. അങ്ങനെ പേര് കിടക്കുന്ന ഒരു VSSൻ്റെ പണിയാണ് നാട്ടുകാരന്മാർ ഏറ്റെടുത്ത് അമ്മമാരെ ചുമതലയിൽ പോകണമെങ്കിൽ. അപ്പോൾ അവരെ ആൾക്കാർക്ക് മാത്രം നാട്ടുകാരന്മാരെ ആൾക്കാർ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ കാണിക്കാരന്മാരെ വേറെ ആർക്കും ഇല്ല. തുച്ഛമായ 4-5 ആൾക്കാർക്കേ ഉള്ളൂ. അത് അവൻ ഉറച്ച് സംസാരിച്ചു പോയാൽ അവന് പണിയില്ല. അവന് സ്ഥിരം പണി കൊടുക്കൂല. സ്ഥിരം പണി കൊടുത്തു അത് ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ എൻ്റെ അമ്മയാണ് എന്നെ അവിടെ വണ്ടി വരുന്ന ദൂരം കൊണ്ടാക്കണത്. റോഡിൻ്റെയാണ് കഷ്ടപ്പാട്. അത്രമേൽ കഷ്ടപ്പെട്ട് ജീവിച്ചിനാടി ഒരുത്തരും വരില്ല കാണാനും കേൾക്കാനും.